ഞാൻ വൈറ്റ് ഹൗസിലായിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും സൈന്യത്തിലും ഗവൺമെന്റിലും ജോലി സ്ഥലങ്ങളിലും ആശുപത്രികളിലും പൊതു ഇടങ്ങളിലും ക്രൈസ്തവരെ സംരക്ഷിക്കും. നമ്മൾ നമ്മുടെ രാജ്യത്തെ ദൈവത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രമായി തിരികെ കൊണ്ടുവരും. ഇതിനുശേഷം ഒരു കാര്യം കൂടി ട്രംപ് പറയുകയുണ്ടായി. മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനും വൈറ്റ് ഹൗസ് വിശ്വാസ കാര്യാലയവും. ടെലി ഇവാഞ്ചലിസ്റ്റ് പോള വൈറ്റ് ഇതിന് നേതൃത്വം നൽകും. വ്യാഴാഴ്ച രാവിലെ നടന്ന ഈ നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനത്തിൽ നിരവധി പേരായിരുന്നു പങ്കെടുത്തത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ പിടികൂടി ബന്ദികളാക്കിയ നിരവധി ഇസ്രയേലികളുടെ കുടുംബങ്ങളും ചടങ്ങിലുണ്ടായിരുന്നു. ട്രംപ് അവരെ അഭിസംബോധന ചെയ്തത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രാർത്ഥനകളിലും സൂക്ഷിക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനത്തെ ബന്ദിയെയും തിരികെ കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ല. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ ട്രംപ് സ്വീകരിച്ച ചില കർക്കശ നയങ്ങളിൽ വിവാദമുയർന്നെങ്കിലും പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവർ നോക്കിക്കാണുന്നത്.